Hello. Welcome to my channel, The Edit. എൻ്റെ പേര് നീരജ. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റോപ്പിംഗ് ബൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഐക്യ വ്ളോഗാണ് കാണാൻ പോണത്. ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ഐക്യയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളിവിടെ ആദ്യമാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഐക്യയെ പറ്റിയിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ അറിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഐക്യ is a Sweden-based company which creates furniture and other home appliances and all of that at a very affordable rate. അപ്പം അതാണ് ഐക്യയുടെ ഒരു എന്താ പറയുക, ഒരു ട്രേഡ് മാർക്ക്. അവർ വളരെ ചെറിയ ലിവിങ് സ്പേസസിന് വേണ്ടിയിട്ടുള്ള കുറേ നല്ല ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ഐക്യ ഇന്ത്യയിൽ ഇപ്പോഴേ വന്നിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ അത് ജൂൺ 2022 അത് ഓപ്പൺ ആയത്. അതിന് മുമ്പ് അത് മുംബൈയിലും ഹൈദരാബാദിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. വേറെ എവിടെ ഉള്ളതെന്ന് എനിക്ക് അത്ര ഉറപ്പായിട്ട് അറിയില്ല. പക്ഷേ ഐക്യയിലത്തെ ഫർണിച്ചേഴ്സ് വളരെ കോമ്പാക്റ്റാണ്. ഭയങ്കര ചെറിയ സ്പേസസിൽ നിങ്ങൾക്ക് സ്പേസ് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫർണിച്ചേഴ്സാണ് നിങ്ങൾക്ക് ഐക്യയിൽ കിട്ടുക. അപ്പോൾ അതാണ് ഐക്യയുടെ ഒരു USP എന്ന് പറയുന്നത്. അവർ പിന്നെ സ്വീഡൻ ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് അവരുടെ ഡിസൈനും വളരെ ഡിഫറെൻ്റ് ആണ് ഫ്രം വാട്ട് വി യൂഷ്വലി സീ ഇൻ ഇന്ത്യ. ഇറ്റ്സ് നോട്ട് വെരി കളർഫുൾ. ആക്ച്വലി അത് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സും വൈറ്റൊക്കെയാണ് അവർ കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റൈലും എസ്തറ്റിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഐക്യ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ആദ്യം തന്നെ ബാംഗ്ലൂരിൽ ഐക്യയിൽ നിങ്ങൾ കയറി കഴിയുമ്പം നിങ്ങൾ അവിടുത്തെ കാഫറ്റീരിയയിലോട്ടാണ് പോവുക. ആൻഡ് കാഫറ്റീരിയയിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യൂ ഒക്കെ ഉള്ളതുകൊണ്ടും തിരക്കുള്ളതുകൊണ്ടും ഒക്കെ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റോർ തുറക്കണതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ കാഫറ്റീരിയ തുറക്കും. ആൻഡ് പ്ലസ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഇഫ് യു വോണ്ട് ടു ലീവ് ഏർലി ആൻഡ് ദെൻ റീച്ച് ദിസ് പ്ലേസ് ഏർലി ഇൻ ദ മോർണിംഗ് യു ക്യാൻ ആക്ച്വലി ഡു ദാറ്റ് ആൻഡ് കം ഹിയർ ആൻഡ് choose to eat the food. പക്ഷേ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ ഫുഡ്. യൂഷ്വലി എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവരുടെ ഒരു സ്വീഡിഷ് മീറ്റ് ബോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ആക്ച്വലി ഗോട്ട് ഇറ്റ് ബിക്കോസ് എ ഫ്യൂ വ്ളോഗേഴ്സ് വർ റെക്കമെൻഡിങ് ദാറ്റ് ഓൺ ദെയർ ചാനൽ. പക്ഷേ അത് കഴിച്ചതിൽ പിന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും എനിക്ക് ഐ ഫീൽ വെരി സിക്ക്. അത് കഴിച്ചതിൽ പിന്നെ ഭയങ്കരമായിട്ടും എനിക്ക് ഫുഡ് പോയ്സണിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു വീക്ക് ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുകയെന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് കഴിക്കണ്ട. അവിടെ കേക്കും കോഫിയൊക്കെ വേണമെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാമെന്നുള്ളതല്ലാണ്ട് അവിടുത്തെ ഫുഡായിട്ടുള്ള ഒന്നും കഴിക്കണ്ട എന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. ഇനി ഞാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറയാം. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കയ്യിൽ കരുതിക്കോളൂ. നിറച്ചും വെള്ളം കയ്യിൽ കരുതിക്കോളൂ. കാരണം അവിടെ അടുത്തൊന്നും ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് കുറച്ച് നിറച്ച് വെള്ളം കയ്യിൽ കരുതിക്കോളൂ. കുറച്ച് കഴിക്കാനുള്ള വല്ലതും കരുതിക്കോളൂ. പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പിടാൻ മറക്കരുത്. കാരണം നടന്ന് നമുക്ക് മതിയാവും അല്ലെങ്കിൽ. അതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് ഇടാൻ മറക്കരുത്. അത് മാത്രമല്ലാതെ അവിടെ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഐക്യയുടെ വെബ്സൈറ്റിലൊന്ന് കയറിയിട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് അവിടുത്തെ ഇൻസ്പിറേഷൻസ് കാണും. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ നെയിം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു ടു ഗോ ആൻഡ് ബൈ ദാറ്റ് സ്റ്റഫ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കയറി കഴിയുമ്പോൾ തന്നെ അവരൊരു മാപ്പും 1-2 സാധനങ്ങളുണ്ട്. അപ്പം മാപ്പ് തരും, ഒരു പെൻസിൽ തരും, നിങ്ങൾക്ക് മെഷറിങ് ടേപ്പ് തരും. അപ്പം ആദ്യം തന്നെ വീട്ടിലോട്ട് നിങ്ങൾക്ക് ഫർണിച്ചർ വേണം എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വല്ല ഫർണിച്ചർ വേണം എന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ
ഡയമെൻഷൻസ് എന്തായിരിക്കണം എന്നുള്ളത് അറിഞ്ഞിട്ട് പോയാൽ കുറേ കൂടി ഈസിയർ ആയിരിക്കും നിങ്ങൾക്ക് മെഷർ ചെയ്ത് വാങ്ങിക്കാനായിട്ട്. നിങ്ങൾക്ക് എത്ര ഡയമെൻഷനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര സ്പേസ് ഉണ്ട്, എത്രയൊക്കെ നിങ്ങൾക്ക് എത്ര ഡയമെൻഷനുള്ള ഫർണിച്ചറാണ് വേണ്ടത് എന്നുള്ളത് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ആക്ച്വലി ചെയ്തൊരു വലിയൊരു തെറ്റാണ്. ഞങ്ങൾക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഫർണിച്ചർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ട് പോലും ഞങ്ങൾ അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും എടുക്കാണ്ടാണ് പോയത്. അതുകൊണ്ട് ഞങ്ങളൊരു ഊഹാപോഹത്തിലാണ് പല സാധനങ്ങളും മേടിച്ചത്. ആൻഡ് അതുകൊണ്ട് എൻ്റെ ഒരു ഡെസ്ക് ഡ്രോവർ മേടിച്ചത് ഒരു ഇത്തിരി ഒന്ന് ഹൈറ്റ് കൂടിപ്പോയി. അതുകൊണ്ട് അത് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ടേബിളിൻ്റെ താഴെ റെക്കോർഡായില്ലെന്നേ. എൻ്റെ ടേബിളിൻ്റെ താഴോട്ട് അത് കയറിയില്ല. അതുകൊണ്ട് അത് സൈഡിൽ വെക്കേണ്ടി വന്നു. അത് പക്ഷേ ഇൻ വൺ വേ ഇറ്റ് വാസ് എ ഗുഡ് തിങ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അപ്പം നിങ്ങൾ ഡയമെൻഷൻസ് കണ്ടുപിടിച്ചിട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസിയർ ഫോർ യു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക, 2 അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഏതെങ്കിലും സ്പെസിഫിക് പ്രോഡക്റ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചിട്ട് ഈ 2 ഇൻഫർമേഷനും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഓവർവെൽമിംഗ് ആയിട്ട് അത് തോന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. But otherwise it's a very very nice place to actually go and find a lot of things at a very affordable rate. ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ 1-2 സാധനങ്ങൾ മേടിച്ചിരുന്നു. എന്തൊക്കെയാണ് മേടിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഞാനത് പിന്നീട് ചെയ്യാം. ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു സീ വാട്ട് വി ബോട്ട് ഫ്രം IKEA. പക്ഷേ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇവിടെ ഇതിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങളിവിടെ ആദ്യമാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ബൈ.